ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്നേക്കുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വൈകിയാണ് പോകുന്നത്. അമ്മ നേരത്തെ പോയി എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഹോൾസെയിലിന് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അമ്മ നേരത്തെ പൊക്കോളൂ, ഞാൻ വൈകുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വാട്ടർ മെട്രോയ്ക്കാണ് പോകുന്നത്. പക്ഷെ ഒരു 8ൻ്റെ പണി കിട്ടി. എന്താണെന്നല്ലേ, നല്ല തിരക്കായിരുന്നു. കാരണം ഞാൻ ഞായറാഴ്ചയാണ് പോയത്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഓരോ മറ്റേ ബോട്ടും വന്ന് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് അടുത്ത ബോട്ട് വരത്തുള്ളൂ. ഞാൻ എൻ്റെ പൊന്നോ, തിരക്കെന്ന് വെച്ചാൽ ഒരു 1.5 മണിക്കൂർ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോസ്റ്റായി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പക്ഷേങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നിന്ന് ഹോൾസെയിലായിട്ട് മേടിക്കാമെന്ന് പറഞ്ഞ ആൾക്ക് ഞാനൊരു ടൈം മാറ്റുണ്ടായിരുന്നു. ആ ടൈമിൽ ആ പുള്ളി അവിടെ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് അതായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അങ്ങനെ സമാധാനത്തോടെ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റി, ദയവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാൻ ക്ഷമയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളി എന്താ മേടിച്ചതെന്ന് വെച്ചാൽ സോപ്പ് ഒരു 20 സോപ്പാണ് മേടിച്ചുള്ളൂ. കാരണം അവർ നമ്മുടെ സോപ്പ് അങ്ങനെ മേടിച്ചിട്ടില്ല. അവർക്ക് ആവശ്യം കുങ്കുമാതി തൈലം ലിപ് ബാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ 20 സോപ്പ് നമ്മുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുങ്കുമാതി തൈലം 50 ബോട്ടിലും ലിപ് ബാമും ഒരു 25 ടിന്നുമാണ് മേടിച്ചത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ പോവാട്ടോ. അപ്പോൾ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല. പക്ഷേ എനിക്ക് അതൊന്നും ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നായിരുന്നുള്ളൂ. പക്ഷെ പോണ വഴിക്ക് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം മായപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലണത്. ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അമ്മയെ എത്താമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇത് നടന്നില്ല. ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അങ്ങനെ ആൾക്ക് ഞാൻ സാധനമൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. കാരണം ആൾ ആദ്യമായിട്ടെല്ലാം മേടിക്കണത്. പക്ഷെ നമ്മുടെ ആദ്യമായിട്ട് മേടിക്കുന്ന ആൾ പിന്നെയും മേടിക്കാറുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ചധികം ബൾക്കായിട്ട് ഓർഡർ കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് പുതിയ കസ്റ്റമറിനെ കിട്ടണേക്കാളും എനിക്ക് ഇത്രയും കൂടെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മുടെ പഴയ കസ്റ്റമർ ഉണ്ടല്ലോ, നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അവർ പിന്നെയും മേടിക്കുമ്പോൾ എനിക്ക് കുറച്ചധികം സന്തോഷം. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണല്ലോ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സമയം. കാരണം ഇത് സൺലൈറ്റ് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് നല്ലോണം അങ്ങനെ നമ്മുടെ സ്റ്റാളിലെത്തി. അപ്പോഴത്തേനും അമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാല വെച്ചാൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മാല മരക്കി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ആളുകൾ വന്ന് നോക്കി ഞാൻ ഇരുന്ന കേട്ടോ. അപ്പോൾ സ്കിന്നിൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വള, മാല, അങ്ങനത്തെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം ശീലമുണ്ടായിരുന്നു.